സാധാരണ വൈറ്റ് ക്രീമി പാസ്ത വിട്ട് ഒരു വെറൈറ്റി പാസ്ത ട്രൈ ചെയ്താലോ? ഇന്ന് ഒരു പോർക്ക് പാസ്തയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബേസ് പോർക്ക് സ്റ്റോക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 കപ്പ് കുക്ക്ഡ് പാസ്ത, കുറച്ച് പോർക്ക് വേവിച്ചത് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത ഗ്രീൻ ഓണിയൻസ്, 2 ബേ ലീഫ്, ഒരു 1.5 ടേബിൾ സ്പൂണ് ചോപ്ഡ് ഗാർലിക്ക്, ഒരു ഓണിയൻ ഡൈസ് ചെയ്തത്, കുറച്ച് ചോപ്ഡ് ക്യാരറ്റ്സ്. ഇത് ഒരു ടൊമാറ്റോയും 3 ഡ്രൈഡ് റെഡ് ചില്ലിയുടെ പേസ്റ്റ്. ഇത് പോർക്ക് വേവിച്ച വെള്ളമാണ്, പോർക്ക് സ്റ്റോക്കാണത്. പിന്നെ കുറച്ച് റെഡ് വൈൻ. ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ പാസ്തയ്ക്ക് വേണ്ടത്. നിങ്ങൾക്ക് പാസ്ത ഏത് ടൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മെക്രോണിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്ത നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പാസ്തയ്ക്ക് നോർമലി യൂസ് ചെയ്യുന്നത് ഒളീവ് ഓയിൽ അല്ലെങ്കിൽ ബട്ടറാണ്. ഞാനിന്ന് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യത്തിന് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് ചൂടായി മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡൈസ്ഡ് ഓണിയനും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. ആ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാടി ഫ്രൈ ആയി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വാടി വരണം കേട്ടോ. അതുവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ബേസ്, അതായത് പാസ്തയുടെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ആ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി ആ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാകം. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ 1.5 ടേബിൾ സ്പൂണോളം വരുന്ന ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. ഇത് വീണ്ടും സോട്ട് ചെയ്ത് കൊടുക്കുക. ആ ഗാർലിക്കൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി അതിൻ്റെ ഫ്ലേവറൊക്കെ ആ ബട്ടറിലോട്ട് ഇറങ്ങണം. നമുക്ക് നല്ലൊരു മണം കിട്ടും. ഗാർലിക്ക് പാസ്തയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 1.5 ടേബിൾ സ്പൂണോളം നമ്മൾ ഗാർലിക്ക് ഇടുന്നത്. നന്നായിട്ട് ഇളക്കി സോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഗാർലിക്കൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാം. കുക്ക്ഡ് പോർക്ക്. ഈ പോർക്ക് നന്നായിട്ട് വേവിച്ച് അത് കുഞ്ഞായിട്ട് ഞാൻ അരിഞ്ഞേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം. ഞാൻ ജസ്റ്റ് ഫോർക്ക് വെച്ച് ഇങ്ങനെ പുള്ളി ചെയ്ത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നന്നായിട്ട് ആ ഉള്ളിയും ക്യാരറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ബട്ടറൊക്കെ നന്നായിട്ട് ആ പോർക്കിൽ കൂട്ടാവണം. നിങ്ങൾക്ക് പോർക്കിന് പകരം ചിക്കനോ ബീഫോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീ ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്യാം കേട്ടോ. അതിപ്പം പ്രോൺസ് ആയാലും അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ, ഒരു ടൊമാറ്റോയും 3 റെഡ് ചില്ലിയും കൂടെ ചേർത്ത് പേസ്റ്റ് ആക്കിയതാണിത്. ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മളുടെ പാസ്തയ്ക്കൊരു ചെറിയൊരു ടൊമാറ്റോയുടെ സോർനെസ്സും ആ പുളിപ്പും കുറച്ച് ചെറിയൊരു എരിവുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇനി നമുക്ക് 2 ബേ ലീവ്സും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ പാസ്ത മിക്സ് ഒരു മെയിൻ ഫ്ലേവറിങ് ഏജൻ്റാണ് പാസ്തയുടെ. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിനനുസരിച്ച്, നിങ്ങളുടെ എരിവ് സ്പൈസ് ലെവലിനനുസരിച്ച് നിങ്ങൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പാസ്തയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പോർക്ക് സ്റ്റോക്ക്. നിങ്ങൾ ചിക്കനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്ക് യൂസ് ചെയ്യുക. ബീഫാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബീഫിൻ്റെ സ്റ്റോക്ക് യൂസ് ചെയ്യുക. സീ ഫുഡിൽ ഇപ്പം പ്രോൺസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രോൺസ് വേവിച്ച വാട്ടർ യൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്ന നോൺ വെജ് ഐറ്റത്തിൻ്റെ
സ്റ്റോക്ക് യൂസ് ചെയ്യുക. അല്ല നിങ്ങൾ വെജിറ്റബിൾസ് മാത്രമാണ് ഇട്ടത്, വെജിറ്റബിൾ സ്റ്റോക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഓണിയനും ക്യാരറ്റും ഒക്കെ ഇട്ടതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾസ് ഇട്ട് കുറച്ച് വെള്ളം ഈ സമയത്ത് സ്റ്റോക്ക് ഒഴിച്ച സമയത്ത് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. അപ്പം ആ ഒരു വെജിറ്റബിൾ പാസ്തയ്ക്ക് അത് മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റെഡ് വൈൻ യൂസ് ചെയ്യാം. റെഡ് വൈൻ ഓപ്ഷണലാണ്, നിർബന്ധമല്ല. ഇതുണ്ടെങ്കിൽ നല്ലതാണ്. ആ പാസ്തയ്ക്കൊരു ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അപ്പം അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക, കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നമ്മളെ പോർക്ക് സ്റ്റോക്കും നമ്മളെ ഒറിഗാനോ ബേ ലീഫ് എല്ലാം കൂടെ ഇട്ട് നമ്മളെ വൈനും ഒക്കെ ഒഴിച്ച് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ബോയിലായി വരുമ്പോൾ നല്ലൊരു മണം വരും. അത് ആ ഒരു സമയത്താണ് നമ്മളെ കുക്ക്ഡ് പാസ്ത ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇനി ഈ സോസ് ഇവിടെ ഇരുന്ന് പതുക്കെ ബോയിലായി ആ ഒരു മണം വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് ബോയിൽ ചെയ്യാം. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് ഇരുന്ന് വേവട്ടെ. അപ്പോൾ ആ പോർക്കിൻ്റെ സ്റ്റോക്കും ആ വൈൻ ആ ഫ്ലേവേഴ്സ് എല്ലാം ആ പോർക്കിലൊക്കെ ഇറങ്ങി ആ നമുക്ക് പാസ്തയുടെ ബേസ് നമുക്ക് ആദ്യം ശരിയാക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് സ്റ്റോക്ക് ഒരുപാടങ്ങ് കയറി വറ്റിപ്പോവാതെ അടി പിടിക്കാതെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഇത് അടച്ച് വെച്ച് അത് അവിടെ നിന്ന് ബോയിലാവട്ടെ. നമ്മളുടെ സോസ് അത്യാവശ്യം നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. പാസ്തയുടെ സോസ് ബോയിലായി ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന 2 കപ്പ് കുക്ക്ഡ് പാസ്ത, ഞാൻ ഇവിടെ മെക്രോണിയാണ് എടുത്തേക്കുന്നത്, അത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്ത നിങ്ങൾക്ക് എടുക്കാം. ഇത് ഫുള്ള് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പാസ്തയുടെ സോസിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സോസിൽ ഈ പാസ്ത കിടന്ന് കുക്കാവണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് ആ സോസൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ നോക്കണം. സോസ് വറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. പിന്നെ നമ്മളുടെ പാസ്ത ഓവർ കുക്കായി പോകരുത്. അപ്പോൾ അതൊക്കെ നോക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. സോസ് വറ്റി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. പാസ്ത അത്യാവശ്യം നമ്മളുടെ സോസൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, എല്ലാം വറ്റിയിട്ടുണ്ട്. ആ സോസൊക്കെ നമ്മളെ പാസ്തയിൽ നന്നായിട്ട് പിടിച്ച് ഏകദേശം നമ്മളുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് എരിവ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളെ പാസ്ത ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ ബേ ലീവ്സ് 2 എണ്ണം നമ്മൾ ഇട്ടല്ലോ, അത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തങ്ങ് മാറ്റാം. നമ്മളെ പാസ്ത ഇവിടെ റെഡിയാണ്. നമുക്കൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്തതിന് ശേഷം മേളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ ഒനിയൻസ് ഒന്ന് മേളിൽ വിതറി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാസ്ത ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.